വെൽക്കം ടു ഈസി ടെക് ടിപ്സ്. ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് വിൻഡോസ് 11 ഡുവൽ കോർ കോർ ടു ഡു i3 എന്ന കുറഞ്ഞ കോൺഫിഗറേഷനിലെ സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ്. നോർമൽ രീതിയിൽ ഞാൻ ഇൻസ്റ്റാൾ ചെയ്യുന്നത് USB ബൂട്ടബിൾ ആക്കിയിട്ടാണ്. ഇന്ന് ഞാൻ വിൻഡോസ് 11 USB-യിലാക്കിയിട്ട് UFI ഫോർമാറ്റിൽ സാൻഡ് ഡിസ്കിൽ നിന്ന് ഞാൻ ബൂട്ട് ചെയ്ത് കയറുകയാണ്. ബൂട്ട് ചെയ്ത് കയറിയപ്പോൾ ഇനീഷ്യലി ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഇൻസ്റ്റാളിൻ്റെ ഓപ്ഷൻസും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. കീ ചോദിക്കുന്നുണ്ട്. കീയിൽ നമ്മൾ ഐ ഡോണ്ട് ഹാവ് കീ എന്ന് അടിച്ച് നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഏത് വേർഷനാണുള്ളത് കാണിക്കും. 11 Pro ആണ് ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഒരു ഓപ്ഷനിൽ ഒരു എറർ കഴിക്കും, സിസ്റ്റം മിനിമം റിക്വയർമെൻറ്റ്. ഇതെങ്ങനെ നമുക്ക് സോൾവ് ചെയ്യാമെന്നുള്ളതിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞിരുന്നത്. അപ്പോൾ ഈ മെത്തേഡ് ഉപയോഗിച്ച് നമുക്ക് ഏത് സിസ്റ്റത്തിലും നമുക്ക് വിൻഡോസ് 11 ഈസി ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. ഓക്കെ, അതിന് വേണ്ടത് ആദ്യം വേണ്ടത് റിഫ്യൂസും ഒരു സോഫ്റ്റ്വെയർ ആണ്. അത് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നിങ്ങൾക്ക് ഈസി ആയിട്ട് കിട്ടും. അത് ഫ്രീ ആണത്. ആ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ USB വിൻഡോസിനെ നമുക്ക് ബൂട്ടബിളാക്കി മാറ്റുന്നത്. ഞാനൊരു ഫോൾഡറിനകത്ത് വിൻഡോസ് 10ൻ്റെ ഒരു ISO ഫയൽ കോപ്പി ചെയ്തിട്ടുണ്ട്. കൂടാതെ വേറൊരു ഫോൾഡറിനകത്ത് വിൻഡോസ് 11ൻ്റെ ഒരു ISO ഫയലും ഞാൻ കോപ്പി ചെയ്തിട്ടുണ്ട്. ഈ രണ്ട് ഫോൾഡർ സെപ്പറേറ്റ് ഞാൻ ക്രിയേറ്റ് ചെയ്ത് വിൻഡോസ് 10ഉം വിൻഡോസ് 11ൻ്റെയും ISO ഫയൽ ഇട്ടിട്ടുണ്ട്. ഇതിൽ വിൻഡോസ് 10ൻ്റെ ഫോൾഡർ ഞാൻ ഓപ്പൺ ആക്കിയിട്ട് അതിനെ ഞാൻ എക്സ്ട്രാക്റ്റ് ചെയ്ത് ആ ഫോൾഡർ തന്നെ കീപ്പ് ചെയ്യുകയാണ്. അപ്പോൾ അത് നമുക്ക് വിൻസിപ്പ് പോലത്തെ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നമുക്ക് എക്സ്ട്രാക്റ്റ് ചെയ്യാം. അപ്പോൾ എക്സ്ട്രാക്റ്റ് ഹിയർ എന്നുള്ള ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ നമുക്ക് ആ ഫോൾഡർ തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ ഞാൻ ഓൾറെഡി എക്സ്ട്രാക്റ്റ് ചെയ്ത് വെച്ചതുകൊണ്ടാണ് ഈ മെസ്സേജ് വന്നിരിക്കുന്നത്. അവിടെ എസ് കൊടുത്താൽ നമുക്ക് വീണ്ടും എക്സ്ട്രാക്റ്റ് ചെയ്ത് കിട്ടും. അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി ആ 5-10 മിനിറ്റ്സ് കൊണ്ട് കംപ്ലീറ്റ്ലി നമുക്ക് എക്സ്ട്രാക്റ്റ് ചെയ്ത ഫയലും എല്ലാം ഫോൾഡറും നമുക്ക് ഓപ്പൺ ആക്കി കിട്ടും. ശേഷം ഞാനത് റിവേഴ്സ് വന്ന് വിൻഡോസ് 11ൻ്റെ ISO ഫയലിൽ ഓക്കെ ആണെന്ന് ഒന്ന് ചെക്ക് ചെയ്തു. അത് ക്ലോസ് ചെയ്തിട്ട് ഞാൻ ആദ്യം പറഞ്ഞ റെഫ്യൂസിങ് സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്യാം. ആ സോഫ്റ്റ്വെയർ നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഏത് USB എന്നാണ് നമുക്ക് ബൂട്ട് ചെയ്യേണ്ടത്, ആ ബൂട്ട് ചെയ്യേണ്ട USB നമുക്ക് കമ്പ്യൂട്ടറിൽ പ്ലഗ് ചെയ്ത് നമുക്കിവിടെ സെലക്ട് ചെയ്യാം. 16 GB 8 GB ഒക്കെ മതി മിനിമം. ഓക്കെ, ശേഷം നമ്മൾ സെലക്ഷൻ ഓപ്ഷൻ എടുത്തിട്ട് ISO ഫയൽ എവിടെയാണെന്നുള്ളത് നമ്മൾ ആ റൂട്ടിൽ നിന്ന് കാണിച്ചു കൊടുക്കുക. വിൻഡോസ് 11ൻ്റെ ISO ഫയൽ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുത്തു. അപ്പോൾ അതും അവിടെ സെലക്ട് ആയിട്ടുണ്ട്. അപ്പോൾ ഫ്ലാഷ് മെമ്മറി വിൻഡോസ് 11 അവിടെ സെലക്റ്റഡ് ആയി കഴിഞ്ഞു. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് UFI എന്നുള്ള ഓപ്ഷനാണ് എടുക്കേണ്ടത്. UFIയിലാണ് നമുക്ക് വിൻഡോസ് 11 ബൂട്ട് ചെയ്യേണ്ടത് സിസ്റ്റത്തിൽ. വേറെ ഓപ്ഷൻസ് നമ്മുടെ പേര് ചേഞ്ച് ചെയ്യാം. ഇവിടെ ഇപ്പോൾ അതിനകത്ത് ഡിഫോൾട്ടായി നിൽക്കുന്ന പേരാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. പിന്നെ സ്റ്റാർട്ട് ഉണ്ട്, ക്ലോസ് ഉണ്ട്. ഈ ഓപ്ഷൻസൊക്കെ ആ സോഫ്റ്റ്വെയറിൽ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അതിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് കംപ്ലീറ്റ്ലി 100% ആയി കഴിഞ്ഞാൽ നമ്മുടെ സോഫ്റ്റ്വെയർ നമുക്ക് ബൂട്ടബിളാക്കി മാറ്റാൻ പറ്റും. അപ്പോൾ ഞാൻ ഇനിയിപ്പോൾ സ്റ്റാർട്ട് കൊടുക്കുകയാണ്. സ്റ്റാർട്ട് കൊടുത്ത് ഞാൻ കുറച്ച് വെയിറ്റ് ചെയ്ത് കഴിയുമ്പോൾ അത് 1 2 ഇങ്ങനെ കൗണ്ട് ചെയ്ത് 97 98 99 എന്ന് പറഞ്ഞിട്ട് 100% ആയത് കംപ്ലീറ്റ് ആവും. ഓക്കെ, അപ്പോൾ അത് നമ്മൾ വെയിറ്റ് ചെയ്യുക. മിനിമം ഒരു 5 to 10 minutes ഒക്കെ അത് എടുക്കും. ഇത് കംപ്ലീറ്റ് ആയി, ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ അത് ക്ലോസ് ചെയ്ത് ആ സോഫ്റ്റ്വെയർ ക്ലോസ് ചെയ്യുക. ഓക്കെ, ക്ലോസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, മൈ കമ്പ്യൂട്ടർ ഓപ്പൺ ആക്കി നമ്മുടെ ഫ്ലാഷ് മെമ്മറി ജസ്റ്റ് നോക്കുക, അതിനകത്ത് ബൂട്ടബിൾ ആയിട്ടുണ്ടോയെന്ന്. അപ്പോൾ പഴയ empty ആയിരുന്ന ഫ്ലാഷ് മെമ്മറി ഇപ്പോൾ വിൻഡോസ് 11 ബൂട്ടബിൾ ഫ്ലാഷ് മെമ്മറി ആയിട്ട് മാറിയിട്ടുണ്ട്. അതിനകത്ത് എല്ലാ ഫോൾഡേഴ്സും കാര്യങ്ങളും എല്ലാം അതിനകത്തുണ്ട്. ഓക്കെ, ഇത് ക്ലോസ് ചെയ്യാം. പിന്നെ ഞാൻ ആദ്യം പറഞ്ഞ നമ്മൾ 2 ഫയൽസ് കോപ്പി ചെയ്തിട്ടുണ്ട്, വിൻഡോസ് 10ഉം വിൻഡോസ് 11. അതിൽ വിൻഡോസ് 10ൻ്റെ ഫോൾഡർ ഓപ്പൺ ആക്കുക. അതിൽ സോഴ്സ് ഓപ്ഷൻ ഓപ്പൺ ആക്കിയിട്ട് അത് താഴത്തേക്ക് നിങ്ങൾ സെലക്ട് ചെയ്യാം. ഓക്കെ, താഴത്തേക്ക് സെലക്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ESD എന്ന് പറഞ്ഞിട്ട് ഫയൽ കാണും. ആ ഫയൽ ഒഴിച്ചിട്ട് ബാക്കി കംപ്ലീറ്റ് ഫയലും സെലക്ട് ചെയ്യുക. ഇൻസ്റ്റാൾ ESD എന്ന ഫയൽ നമുക്ക് വേണ്ട. ബാക്കി കംപ്ലീറ്റ് ഫയലും സെലക്ട് ചെയ്ത് കോപ്പി ചെയ്യുക. കോപ്പി ചെയ്തിട്ട് നമ്മൾ റിവേഴ്സ് വന്നിട്ട് വീണ്ടും ആ ഫോൾഡർ ഓപ്പൺ ആക്കുക. ഫോൾഡറിലൊക്കെ മൈ കമ്പ്യൂട്ടർ ഓപ്പൺ ആക്കുക. അതിൽ സോഴ്സ് ഓപ്ഷൻ ഓപ്പൺ ആക്കുക. അതിൽ കൊണ്ട് നമ്മൾ പേസ്റ്റ് ചെയ്യുക. പേസ്റ്റ് ചെയ്ത് കൊടുക്കുന്ന 2-3 സെക്കൻഡ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ 2-3% കഴിയുമ്പോഴത്തേക്കും റീപ്ലേസ്മെൻറ്റ് ഒരു ഓപ്ഷൻ കടന്നു വരും. അപ്പോൾ ജസ്റ്റ് റീപ്ലേസ്മെൻറ്റ് കൊടുത്ത് ആ പ്രോസസ്സിങ് നമുക്ക് 100% കംപ്ലീറ്റ് ആക്കാം. അപ്പോൾ നമ്മുടെ വിൻഡോസ് 10ൻ്റെ എല്ലാ ഫയൽസുകളും നമ്മൾ സെലക്ട് ചെയ്ത എല്ലാ ഫയലുകളും വിൻഡോസ് 11ൻ്റെ ഫ്ലാഷ് മെമ്മറിയിലേക്ക് നമ്മൾ കോപ്പി ചെയ്യാണ്. അത് സോഴ്സിന് ഫോൾഡർ ഓപ്പൺ ആക്കിയിട്ടാണ് നമ്മൾ കോപ്പി ചെയ്യുന്നത്. അപ്പോൾ ഈ കോപ്പി ചെയ്യുന്നത് ഏകദേശം ഇപ്പോൾ കഴിയുന്നതാണ്. ഒരു 100% ആയി കഴിയുമ്പോൾ അത് കംപ്ലീറ്റ് ആവും. ഓക്കെ, അപ്പോൾ മൈ കമ്പ്യൂട്ടർ ഓപ്പൺ ആക്കിയിട്ട് നമ്മൾ ജസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ആ സോഴ്സ് ഫോൾഡറിൽ നമ്മൾ കോപ്പി ചെയ്ത എല്ലാ ഫയലുകളും അതിനകത്തേക്ക് പേസ്റ്റ് ആയിട്ടുണ്ട്. ഈ USB ഫ്ലാഷ് മെമ്മറി നമ്മൾ എന്തെങ്കിലും സേഫായിട്ട് റിമൂവ് ചെയ്തിട്ട് നമുക്ക് എവിടെയാണോ ഇൻസ്റ്റാൾ ചെയ്യേണ്ട PC
ആ പി സിയിൽ നമ്മൾ USB കണക്ട് ചെയ്ത് അതിൻ്റെ ബൂട്ടബിൾ മെനു സെലക്ട് ചെയ്ത് നമുക്ക് UEFI മോഡലിൽ ബൂട്ട് ചെയ്ത് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് സിസ്റ്റത്തിലും ഈസി ആയിട്ട് Windows 11 ഇൻസ്റ്റാൾ ചെയ്യാം. ഓക്കെ, അപ്പോൾ താങ്ക് യു ഫോർ യുവർ വാച്ചിങ്.